നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. റാവൽപിണ്ടിയിലാണ് ഈ നൂർഖാൻ വ്യോമത്താവളം. പാക് കരസേനാ മേധാവി അസിം മുനീർ 9 പുലർച്ചെ 2:30 തന്നെ നേരിട്ട് ഫോൺ ചെയ്തു ഇക്കാര്യം അറിയിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആക്രമണത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം ലഭിക്കുന്നത് ഇത് ആദ്യമായാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു. ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാവൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. വ്യോമയാന സർവീസുകളും പൊതുഗതാഗതവും പഴയ നിലയിലായതോടെ ജനജീവിതവും സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വീടുകളും ജീവോപാധികളും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചേക്കും. അതിർത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ വഴി കൂടുതൽ അഫ്ഗാൻ ചരക്കു വാഹനങ്ങൾ ഇന്ന് കടത്തിവിട്ടേക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ചരക്ക് നീക്കം നടക്കുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.